എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹോപ്പനോപ്പനോ എന്ന് പറയുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ്. ഇതൊരു ഹവായി ടെക്നിക്കാണ്. അപ്പം ഇറ്റ്സ് വെരി പവർഫുൾ ആണ്. ഞാൻ 2 വർഷം മുമ്പാണ് ഈ ഒരു ടെക്നിക്കിനെ പറ്റി അറിയാൻ സാധിച്ചത്. അപ്പം ഞാൻ 1 ഇയർ അത് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് നല്ലൊരു ടെക്നിക്കായിട്ട് തോന്നിയത്. അപ്പം അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന് 4 ഫ്രെയിംസ് ആണുള്ളത്. ഒന്ന്, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ ഫ്രെയിംസ് ആണ് ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആവുന്നത്. അപ്പം ഇപ്പം ഞാൻ നിങ്ങളോട് നോർമൽ ഇതാണ് ഓപ്പനോപ്പനോയാണ് പറയുന്നത്. ഇത് അഡ്വാൻസും ഉണ്ട്, നോർമലും ഉണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇത് നോർമലി ചാറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വാൻസ് ലെവലിലേക്ക് എങ്ങനെയാണ് ചാറ്റ് ചെയ്യേണ്ടത്, ഓരോന്നിനും ഇപ്പം മണിക്ക് പ്രത്യേകമുണ്ട്, ഹെൽത്തിന് അല്ല റിലേഷന്, അങ്ങനെ ഓരോന്നിനും നമ്മൾ ഓരോ ചാറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം ഓരോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇപ്പം നിങ്ങൾ നോർമൽ ഇത് ചാറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് എന്നോട് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോപ്പനോപ്പന എന്ന് പറയുന്നത് ഫ്രെയിം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ടൈമിൽ എനിക്ക് കാലയിൽ ആണി വന്നായിരുന്നു. അപ്പം സാധാരണ ഞാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ക്രോൺ ക്യാപ്പില്ലേ അത് യൂസ് ചെയ്തു. പക്ഷേ അത് യൂസ് ചെയ്ത് എനിക്കത് ഇളകിപ്പോയി. പക്ഷേ എനിക്ക് പെയിൻ അവിടെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പം ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു എരിക്കും കറ യൂസ് ചെയ്താൽ അത് പോകും. അപ്പം ഞാൻ എരിക്കും കറ യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് പെയിൻ മാറിയില്ല. എനിക്ക് 1 മന്ത് ലീവ് ഉള്ളായിരുന്നു. അപ്പം ലാസ്റ്റ് വീക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം, 1 മന്ത് നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് കമ്പനിയിൽ നിന്ന് അത്രയും ലീവ് കിട്ടില്ല. അത് കാരണം ഞാൻ നെക്സ്റ്റ് ടൈം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാനിത് ചാറ്റ് ചെയ്തു, ഓപ്പനോ. പക്ഷേ ഞാൻ അഡ്വാൻസ് ലെവലിലാണ് ചാറ്റ് ചെയ്തത്. അത് ചെയ്ത് ഫസ്റ്റ് മന്ത് നോർമൽ ആസ് യൂഷ്വൽ എന്ന പോലെ തന്നെയാണ് പോയത്. പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൽ ചെറിയ നല്ല പെയിൻ. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെന്താ കുറയോ അല്ലല്ലോ കൂടുകയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്നെല്ലാം. പക്ഷേ ഞാനത് നിർത്തിയില്ല. ഞാൻ ചാറ്റ് കണ്ടിന്യൂ ചെയ്തു. ചാറ്റിങ് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം എൻ്റെ ആ ഒരു ആണി ഇളകിപ്പോവുകയാണ് ചെയ്തത്. അപ്പം അത് ഞാനൊന്ന് നോക്കിയപ്പം അതിന് ചുറ്റും വേറെ ആണികൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് അത്രയും പെയിൻ വരാൻ കാര്യം. അപ്പം അത് എനിക്ക് ഭയങ്കര അത്ഭുതം. ഇതല്ല വേറൊരു കാര്യം കൂടെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ വഴി നിങ്ങളോട് പറയാം അതെന്താണ് സംഭവിച്ചതെന്ന്. അപ്പം ഇതുകൊണ്ടാണ് ഇത് അത്ര പവർഫുള്ളാണ്. എൻ്റെ അനുഭവമാണ്. അപ്പം അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണെന്ന് ഞാൻ പറയാൻ കാര്യം. അപ്പം ഇതിപ്പം എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർക്ക് ഇപ്പം 108 തവണയാണ് നോർമലി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇത് നോർമലി വെറുതെ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കഥയില്ല. കാരണം ഇത് ഇമോഷണൽ ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളിപ്പം ഐ ആം സോറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാപ്പ് ചോദിക്കുന്ന ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഫോർഗീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഫോർഗീവ് ചെയ്ത ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ലവ് എന്ന് പറയുന്ന ആ ലവ് ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പം അത് ആ ഒരു ഫീലിനാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അങ്ങനെ ആ ഒരു ഫീൽ നമ്മുടെ ആ വോയിസും നമുക്ക് ആ ഒരു ഫീലോടുകൂടി നിങ്ങൾക്കത് പറയാൻ സാധിക്കുമ്പോഴാണ് ഇത് വർക്കൗട്ട് ആവത്തുള്ളൂ. അല്ല നിങ്ങൾ വെറുതെ 108 ചാറ്റ് ചെയ്താൽ നിങ്ങളിപ്പം 11 തവണയെ പറഞ്ഞുള്ളതിലും നിങ്ങൾ അത് നല്ല ഫീലോട് കൂടിയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ വളരെ പോസിബിളാണ്. പിന്നെ ഈ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലെൻസ് ചെയ്യുക എന്നതാണ്. നമ്മുടെ മുൻജന്മത്തിലാണെങ്കിലും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ സേവ് ആയിട്ടുള്ള എല്ലാത്തിനും നമ്മൾ ക്ലിയർ ചെയ്യുകയാണ്. അപ്പം ഇത് ഒരു ക്ലെൻസിങ് പ്രോസസ്. അവർക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ സേവ് ആയിട്ടുള്ളത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാതെ പുതിയ കാര്യം നിങ്ങൾക്ക് അതിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആദ്യം ഇത് ചൊല്ലി നിങ്ങളുടെ ക്ലെൻസ് ചെയ്യുക എന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അപ്പം ഈ ടെക്നിക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഐ ആം സോറി, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ 100% റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. ഐ ആം സോറി, ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. ഇത് ഞാൻ നെഗറ്റീവ് തോട്ടുകൾ അല്ലെങ്കിൽ ഇത് ഞാൻ അട്രാക്ട് ചെയ്തതിന് എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. എനിക്കിപ്പോൾ ഉള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ ഓപ്പർച്യൂണിറ്റിക്കും താങ്ക് യു. ഐ ലവ് യു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ദൈവത്തെയും ഞാൻ സ്നേഹിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം ആരാണോ, ഇപ്പം ഓരോരുത്തർക്കും ഓരോ ദൈവത്തെ അല്ലെങ്കിൽ ഓരോ പക്ഷിപ്പാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണോ ആ ആളുടെ പേര് പറയാം. അപ്പം അങ്ങനെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു 11 അല്ലെങ്കിൽ ഒരു 108 അല്ലെങ്കിൽ 36 അങ്ങനെ ആ റേഞ്ച് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പം ഇന്നത്തെ ഇത് കഴിഞ്ഞു. കാരണം ഇത് ഭയങ്കര പവർഫുൾ
സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. നിങ്ങളെല്ലാവരും അത് ചാറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മാത്രമല്ല, എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുക. ഓക്കെ.